ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്ലാമാബാദിൽ ഇമ്രാൻ അനുകൂലികളുടെ പ്രതിഷേധം. രാജ്യം കനത്ത ജാഗ്രതയോടെയാണ് പ്രതിഷേധ പ്രകടനങ്ങളെ ഉറ്റുനോക്കുന്നത്. പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച്. മാർച്ചിനെ തടയാൻ കനത്ത സുരക്ഷയാണ് റാവൽപിണ്ടിയിൽ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി പോലീസിനെയും സൈനികരെയും വിന്യസിച്ചിരുന്നു. പാകിസ്ഥാന്റെ സൈനിക തലസ്ഥാനമാണ് റാവൽപിണ്ടി. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജയിലിലാണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIക്ക് പുറമെ ജമായത്തെ ഇസ്ലാമിയും പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. തോഷഖാന കേസിൽ കഴിഞ്ഞ ദിവസമാണ് 73 വയസ്സുകാരനായ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും ശനിയാഴ്ച 17 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. 2023 ഓഗസ്റ്റ് മുതൽ റാവൽപിണ്ടിയിലെ അടിയാല അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന ഇമ്രാനെതിരെ പ്രത്യേക കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ഉത്തരവിന് തൊട്ടുപിന്നാലെയാണ് പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടുള്ള ഇമ്രാൻഖാന്റെ എക്സ് പോസ്റ്റ് പുറത്തുവന്നത്. ഓസ്ട്രേലിയയിലെ ബോണ്ടൈ ബീച്ചിൽ 16 പേരെ കൂട്ടക്കൊല ചെയ്ത അക്രമികളിൽ ഒരാളായ സാജിദ് അക്രമിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് ഭാര്യ. ഇതോടെ സാജിദ് അക്രമിന്റെ മൃതദേഹം സർക്കാർ സംസ്കരിക്കേണ്ടി വരുമെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 50-കാരനായ സാജിദ് അക്രമും മകൻ 24-കാരനായ നവീദ് അക്രമുമാണ് സിഡ്നിയിലെ ബോണ്ടൈ ബീച്ചിൽ ഡിസംബർ 14-ന് വെടിവെപ്പ് നടത്തിയത്. പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ സാജിദ് അക്രം കൊല്ലപ്പെടുകയും നവീദ് അക്രമിന് ഗുരുതര പരിക്കേൽക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നവീദ് അക്രം കോമയിൽ നിന്ന് ഉണർന്നത്. ഇയാൾക്കെതിരെ 59 വകുപ്പുകളാണ് ചുമത്തിയത്. ജെർവിസ് ബേയിലേക്ക് വാര്യാന്ത ട്രിപ്പ് പോവുകയാണെന്നാണ് അച്ഛനും മകനും കൂട്ടക്കൊലയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത്. കൂട്ടക്കൊലയ്ക്ക് മുൻപുള്ള 6 മാസങ്ങളിൽ സാജിദ് അക്രം പലയിടങ്ങളിലായി മാറി മാറി താമസിക്കുകയായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നവംബർ 1 മുതൽ 28 വരെ ഇയാൾ ഫിലിപ്പീൻസിലെ ദാവോ നഗരത്തിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേരുകളുള്ള മേഖലയാണ് ഇത്. ഇവിടെ സാജിദ് അക്രമിന് പരിശീലനം ലഭിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിനാണ് പോലീസ്. ഇയാൾക്ക് പുറമെ സിഡ്നിയിൽ നിന്നുള്ള മറ്റ് 2 പേർ കൂടി ഇതേസമയം മേഖലയിലുണ്ടായിരുന്നു. ഇവരുടെ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അക്രമികൾക്ക് ശേഷിയേറിയ തോക്കുകൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ്. 4 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഉക്രൈനിയൻ യൂറോപ്യൻ പ്രതിനിധികളുമായി മിയാമിയിൽ നടത്തിയ ചർച്ചയെ ക്രിയാത്മകം എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പോയിന്റ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കയും റഷ്യയും ഉക്രൈനും തമ്മിൽ നടത്തിയ ഇതുവരെയുള്ള കൂടിക്കാഴ്ചകളിൽ ഏറ്റവും പുതിയതും മികച്ചതുമായിരുന്നു മിയാമിയിൽ നടന്ന ചർച്ചകളെന്നും വിറ്റ്കോഫ് പറയുന്നു. കൊലപാതകം തടയുക, സുരക്ഷ ഉറപ്പാക്കുക, ഉക്രൈന്റെ വീണ്ടെടുക്കലിനും സ്ഥിരതയ്ക്കും ദീർഘകാല അഭിവൃദ്ധിക്കും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഞങ്ങളുടെ പൊതുവായ മുൻഗണന. സമാധാനം ശത്രുത അവസാനിപ്പിക്കുക മാത്രമല്ല, സ്ഥിരതയുള്ള ഒരു ഭാവിക്കുള്ള മാന്യമായ അടിത്തറ കൂടിയാകണമെന്നും വിറ്റ്കോഫ് പറയുന്നു. ട്രംപ് ഭരണകൂടം മാസങ്ങളായി നടത്തിവരുന്ന സമാധാന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ചർച്ച. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക വലിയ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായാണ് സൂചന. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഉണ്ടായ വെടിവെപ്പിൽ 9 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ ഒരു ഭക്ഷണശാലയിലെത്തിയ ആയുധധാരികളായ സംഘം അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ നടത്തിയ ഈ ആക്രമണത്തിന് ശേഷം പ്രതികൾ വാഹനങ്ങളിൽ രക്ഷപ്പെട്ടതായി പോലീസ് അറിയിച്ചു. 2 വാഹനങ്ങളിലായി എത്തിയ 12ഓളം പേരാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. ഭക്ഷണശാലയിൽ ഇരുന്നവർക്ക് നേരെയും പിന്നീട് പുറത്തുള്ളവർക്ക് നേരെയും ഇവർ തോക്കുകൾ ഉപയോഗിച്ച് തുരുതുര വെടിവെച്ചു. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അക്രമികൾക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൂടുതലുള്ള ഈ മേഖലയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികൾ വരും വർഷം കൂടുതൽ ശക്തമാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായി കോടിക്കണക്കിന് ഡോളർ അധികമായി ചിലവഴിക്കാനും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചു. ജോലിസ്ഥലങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി ഇത്തവണ വ്യാപകമാക്കുമെന്നാണ് ഭരണകൂടം നൽകുന്ന സൂചന. ഈ വർഷം മാത്രം ലക്ഷക്കണക്കിന് ആളുകളെയാണ് അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയത്. കുറ്റകൃത്യങ്ങളിൽ പെടാത്ത സാധാരണക്കാരെ പോലും പിടികൂടുന്നത് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പല നഗരങ്ങളിലും ജനങ്ങൾ ഈ നടപടിക്കെതിരെ രംഗത്തിറങ്ങിയതോടെ ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കുടിയേറ്റക്കാരെ പിടികൂടുന്നത് രാജ്യത്തെ കൃഷിയെയും വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് ബിസിനസ് ഉടമകൾ ഭയപ്പെടുന്നു. പരിശോധനകൾ കർശനമായാൽ തൊഴിലാളികളെ കിട്ടാതാവുകയും സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്തേക്കാം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.
നവംബറിൽ നൈജീരിയയിലെ മധ്യ നൈജർ സംസ്ഥാനത്തെ ഒരു കത്തോലിക്ക സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട 130 സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി മോചിപ്പിച്ചതായി നൈജീരിയൻ അധികൃതർ വ്യക്തമാക്കി. ഈ മാസം ആദ്യം 100 പേരെ മോചിപ്പിച്ചിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട 130 വിദ്യാർത്ഥികളെ വിട്ടയച്ചു. ഒരു വിദ്യാർത്ഥി പോലും തടവിൽ അവശേഷിക്കുന്നില്ല. പ്രസിഡന്റിന്റെ വക്താവ് എക്സിൽ മോചിതരായ കുട്ടികൾക്കൊപ്പമുള്ള ഫോട്ടോയ്ക്കൊപ്പം ഒരു പോസ്റ്റിൽ ഇങ്ങനെ കുറിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മോശമായ കൂട്ട തട്ടിക്കൊണ്ടുപോകൽ കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷമുണ്ടായ ഈ മോചനത്തെ സർക്കാർ വിജയത്തിന്റെയും ആശ്വാസത്തിന്റെയും നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചത്. മോചിതരായ വിദ്യാർത്ഥികളുടെ ആകെ എണ്ണം ഇപ്പോൾ 230 ആണ് എന്ന് പ്രസിഡന്റിന്റെ വക്താവ് അറിയിച്ചു. എന്നാൽ കുട്ടികളുടെ മോചനം സർക്കാർ എങ്ങനെയാണ് നേടിയതെന്നോ മോചന ദ്രവ്യമായി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നോ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല.